ആൻഡ് മിനറൽ ലിമിറ്റഡ് KREML കമ്പനി പ്രോജക്റ്റുകളൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ലാത്തതും ആയത് ആരംഭിക്കുന്നതിന് പ്രപ്പോസൽ നൽകിയിട്ടുള്ളൂ എങ്കിലും ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുക്കളെ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് 15/6/2022 ജില്ലാ സമിതി കൂടി തീരുമാനമെടുത്തിട്ടുള്ളതാണ് എന്നും ആയതിനാൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട മേൽ 20.39 ഹെക്ടർ വസ്തുക്കളെ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പ്രകാരം പ്രോജക്റ്റുകളിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന ആവശ്യകതയിലേക്ക് മാത്രമായി ഈ പ്രോജക്ട് ആരംഭിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ആവശ്യമായ നിയമങ്ങളുടെയും വകുപ്പുകളുടെയും അനുമതി വാങ്ങേണ്ടതാണെന്നും നിബന്ധനകൾ പാലിക്കുന്ന പക്ഷം ഉത്തരവ് റദ്ദാക്കപ്പെടുന്നതെന്നുള്ള നിബന്ധനകളോടും ഭൂപരിധിയിൽ നിന്നും ഒഴിവാക്കി നൽകാമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട്, ചെക്ക് ലിസ്റ്റ്, ജില്ലാ സമിതിയുടെ മിനിറ്റ്സ് എന്നിവ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. ഇത് സമിതി പരിഗണിച്ചത് 15/6/2022. ഇതാണ് അതിന്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. സ്ഥലത്തിന്റെ ഡീറ്റെയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ഇതാണ് മിനിറ്റ്സ്. അതായത് ഈ 60 ഏക്കർ സ്ഥലത്തിന് എക്സംപ്ഷൻ ഗ്രാന്റ് ചെയ്യുന്നതിന് വേണ്ടി നടന്ന ആ ഒരു എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് എന്തുമാത്രം ഇൻഡെപ്ത് ആയിരുന്നുവെന്ന് കേരളത്തിലെ ജനസമൂഹം ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഇതാണ് അതിന്റെ എൻറ്റയർ പ്രോസസ്സ് നടന്നതിന്റെ മിനിറ്റ്സ് ആണ്. അതായത് എക്സംപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തീരുമാനമെടുക്കുന്നതിന് എന്തുമാത്രം പരിഗണിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റെക്കമെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നു. അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കുന്നതിനായി സൂചന പ്രകാരമുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ ചെയർമാൻ, ഡെപ്യൂട്ടി കളക്ടർ സ്വാൻഷോ, ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ മെമ്പർമാരായ ജില്ലാ സമിതി വിഷയത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. സമിതി 15/6/2022 യോഗം ചേരുകയും അതിൽ മേൽപ്പറഞ്ഞ മെമ്പർമാർ കമ്പനിക്ക് വേണ്ടി ശ്രീ ശരൺ എസ് കർത്ത എന്നിവരും പങ്കെടുത്തു. ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കുക വഴി 300 പേർക്ക് ജോലി സാധ്യത ഉണ്ടാകുമെന്നും 25 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും 6 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ് തങ്ങളുടെ മാതൃസ്ഥാപനമായ CMRL കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണെന്നും ഈ പദ്ധതി 30 ഏക്കറിൽ തുടങ്ങുന്ന വഴി 100 പേർക്ക് ജോലി സാധ്യത ഉണ്ട് എന്നും 5 ഏക്കറിലാണ് വർക്കിംഗ് വിമൻസ് കൺസോർഷ്യം ഫോർ ബോത്ത് ഫുഡ് ബേസ്ഡ് ഐറ്റംസ് ആൻഡ് നോൺ ഫുഡ് ബേസ്ഡ് ഐറ്റംസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും അറിയിച്ചു. തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട 51 ഏക്കർ വസ്തു CRSയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് കക്ഷി അറിയിച്ചു. സിംഗിൾ വിൻഡോ ക്ലിയറൻസിനായി KSIDCക്ക് നൽകിയ അപേക്ഷ പരിഗണനയിലാണെന്നും സെക്ഷൻ 81(3) പ്രകാരം ഇളവ് അനുവദിച്ച് നൽകിയാൽ മാത്രമേ ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ശ്രീ ശരൺ എസ് കർത്ത അറിയിച്ചു. കമ്പനിയുടെ പേരിൽ ആറാട്ടുപുഴയിലുള്ള ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇളവ് അനുവദിക്കാവുന്നതാണെന്ന് തഹസിൽദാർ കാർത്തികപ്പള്ളി അറിയിച്ചു. 15/6/2021 കൂടിയ മീറ്റിംഗിൽ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലും KSIDC മാനേജിംഗ് ഡയറക്ടറുടെ കാർത്തികപ്പള്ളി ഭൂരേഖ തഹസിൽദാരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും താഴെ പറയും പ്രകാരം തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ്. മിസസ് KREML കമ്പനി മേൽ സൂചിപ്പിച്ച പ്രോജക്റ്റുകൾക്കൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നും ആയത് ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രപ്പോസൽ നൽകിയിട്ടുള്ളേ എന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അനുകൂല അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ KREML കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുവകകളെ കേരള ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ലാൻഡ് ബോർഡിലേക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അതായത് 5/6/2021 കൂടിയ ഈ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ 22 കൂടിയ 15/6/2022 ചേരുകയും മേൽപ്പറഞ്ഞ മെമ്പർമാർ 15/6/2022 കൂടിയ ആ കമ്മിറ്റി ടൂറിസം സോളാർ കമ്പനി രണ്ടാമത് ഒരു പ്രപ്പോസൽ സമർപ്പിക്കുന്നു. മിനറൽ കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ. അത് 2 പദ്ധതിയാണ്. ആദ്യം സമർപ്പിച്ച ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് പറയാം. ഡോണ്ട് ബി ഇൻ എ ഹറി, ജസ്റ്റ് വെയിറ്റ്, ഡോണ്ട് ബി ഇൻ എ ഹറി. ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് ഇപ്പൊ വായിച്ചു കേട്ടില്ലായിരുന്നു. 100 പേർക്ക്. അതായത് ആസ് പെർ ദ സ്കീം, ആസ് പെർ ദ റെഗുലേഷൻസ്, പെർ ഹെക്ടർ
പെർ ഹെക്ടറിന് 20 പേർക്ക് തൊഴിൽ ലഭിക്കും. 20 പേർക്ക്. അപ്പോൾ 50 ഏക്കറിന് ഇളവ് കഴിക്കണമെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കണം? എത്ര പേർക്ക് തൊഴിൽ ലഭിക്കും? യു ടെൽ മീ. പറഞ്ഞു. സിൻസ് യു ഹാവ് ഗോട്ട് എ ഡൗട്ട്. അല്ല, എത്ര പേർക്ക് ലഭിക്കണം? 1000. 20 into 50 അല്ലേ? 1000 പേർക്ക് തൊഴിൽ ലഭിക്കും. ഇവരിപ്പോൾ പ്രപ്പോസ് ചെയ്തേക്കാൻ എത്ര പേർക്കാ? 130 പേർക്ക് അവിടെ കിട്ടും. 100 പേർക്കല്ല, 230. Whether such a proposal can be accepted? Whether such a proposal can be accepted? No, ഞാൻ പറഞ്ഞുതരാം. അതായത് ദിസ് ഇസ് ബ്ലൈറ്റന്റ് ആൻഡ് ക്ലിയർ. നിങ്ങളിനി എന്തു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി 3ാമത്തെ വട്ടവും മുഖ്യമന്ത്രി ഔട്ട് ഓഫ് ദ വേ ഇല്ലീഗലി ഇടപെട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കും. പക്ഷേ ഇതിപ്പോൾ ഈ പ്രപ്പോസല് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 1 ലൈൻ റീസൺ കാണിച്ചു. കമ്പനിയുടെ ഈ ഭൂമി സംബന്ധിച്ച് കേസ് നിലവിൽ ഉള്ളതിനാൽ ഏറ്റവും കൾമിനേറ്റ് നിൽക്കുന്ന അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. സൂചനയിലേക്ക് ഒരു സെക്കൻഡ് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് KREML കമ്പനി ഭൂപരിധി ഇളവിനായി അപേക്ഷിച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഭൂമിയിൽ കാർത്തികപ്പള്ളി താലൂക്ക് ബോർഡ് മുമ്പായ സീലിംഗ് കേസ് ഉള്ളതിനാൽ കേരള ഭൂപരിഷ്കരണ നിയമം പ്രകാരം കേരള റെയിൽവേസ് ലിമിറ്റഡ് കമ്പനിക്ക് ഭൂവിളവ് പരിധി അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് ഒരു അറിയിച്ചുള്ളൂ. അപ്പോൾ ആ ഒരു സിംഗിൾ റീസൺ പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും അത് നിഷേധിച്ചിട്ടുണ്ട്. ദേ ആർ ഓപ്പണിംഗ് എ വേ ഫോർ എ ലീഗൽ ഫൈറ്റ്. കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരിൽ കോടതി പോകാം. കോടതി പോയി കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുന്നത് ഒരു ആസ്പെക്റ്റാണ്. അതായത് നിലവിൽ ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ജില്ലാ സമിതി ശുപാർശ ചെയ്ത് റൈറ്റ് ഓർ റോങ്, ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ